അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതമേ. അപ്പോൾ ഇത് ഉത്രാടത്തിൻ്റെതും പിന്നെ തിരുവോണത്തിൻ്റെ വീഡിയോയും എല്ലാം കൂടെ മിക്സഡ് ആണ് കേട്ടോ. ഞാൻ രണ്ടും കൂടെ കട്ട് ചെയ്ത് ഒരു 20 മിനിറ്റ് ആക്കി വെച്ചിട്ടുണ്ടേ. അപ്പോൾ അത് രാവിലെ തന്നെ, അതായത് ഉത്രാടത്തിൻ്റെ രാവിലെ തന്നെ നമ്മൾ പച്ചക്കറി വാങ്ങാൻ വേണ്ടി പോകണതാണ് കേട്ടോ കാണുന്നത്. ഞങ്ങളുടെ വണ്ടിയുടെ കാര്യം അറിയാമല്ലോ, മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ അനങ്ങൂല കേട്ടോ. അവിടെ നിന്ന് ഒരടി അനങ്ങൂല, പിന്നെ കുറച്ച് വെയിൽ വരണം. അപ്പോൾ അതുവരെ കാത്തു വെക്കാൻ പറ്റില്ലല്ലോ, കാരണം പച്ചക്കറി കടലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. ഞങ്ങൾ ചെന്നിട്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ചേട്ടൻ വണ്ടി എടുത്ത പടി സ്റ്റാർട്ട് ചെയ്ത് നോക്കി, പക്ഷേ സ്റ്റാർട്ട് ആവണില്ല. പിന്നെ എടുത്ത സ്ഥലത്തോട്ട് തന്നെ തിരിച്ച് വെച്ച് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇനി കാർ എടുത്തിട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ കാർ എടുക്കണമെങ്കിൽ നമ്മൾ ആ പാർക്കിംഗ് ഏരിയയിലാണ് ഇട്ടേക്കണത്. അപ്പോൾ അങ്ങോട്ട് നടക്കണം. അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ പോകുന്ന സമയത്തൊക്കെ ഞങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 വീലർ ഇവിടെ നിന്ന് പോകും, എന്നിട്ട് അവിടെ കൊണ്ട് വെച്ചിട്ട് പിന്നെ വണ്ടി എടുത്തിട്ട് പോകലാണ് പതിവ്. ഇപ്പോൾ ഇത് സ്റ്റാർട്ടാവാത്തത് കൊണ്ടിട്ട് ഞങ്ങൾ നടക്കാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. ഭാഗ്യത്തിന് മഴ ഉണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞൊരു ചെറിയ ചാറ്റൽ മഴയൊക്കെ പെയ്തായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് പോകണേ. ഇനി നമുക്ക് ഒരുപാട് പണികൾ കിടപ്പുണ്ട്. അപ്പോൾ പച്ചക്കറി കടയിൽ മാത്രമല്ല, ഒന്ന് സൂപ്പർ മാർക്കറ്റിലും കൂടെ പോകണം. കാരണം ഇച്ചിരി സാധനങ്ങളൊക്കെ അല്ലറ ചില്ലറ വാങ്ങാനുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ബാക്കി ഒരുവിധ സാധനങ്ങളൊക്കെ നമുക്കിവിടെ ഇരിപ്പുണ്ടെന്നല്ല, ഓരോ പ്രാവശ്യം പോകുമ്പോഴൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ വാങ്ങിയിരിപ്പുണ്ട്. പിന്നെ ഇച്ചിരി സാധനങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ അതുപോലെ തന്നെ പതിവ് പോലെ തന്നെ ഈ പ്രാവശ്യം സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഞാൻ മറന്നുപോയി. എപ്പോഴും ഉള്ള പതിവാണ് കേട്ടോ. ചേട്ടൻ എപ്പോഴും പറയും നോക്കിയിട്ട് വാ, ലിസ്റ്റ് എഴുതിയിട്ട് വാ എന്നൊക്കെ പറയും. ഞാൻ പറയും അതൊക്കെ എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് പോകും. പക്ഷേ അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്തോ മറന്നു പോകും. അങ്ങനത്തെ പച്ചക്കറി കടയിൽ നിന്ന് സാമ്പാറിൻ്റെ കഷ്ണവും പിന്നെ ഒരു സാമ്പാർ കിറ്റ് വാങ്ങുമ്പോഴത്തേക്ക് അതിൽ നിന്ന് നമുക്ക് സാമ്പാറും ഉണ്ടാക്കാം, അവിയലും ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ അവിയലിന് പച്ചക്കറികൾ തികയാത്ത പോലെ തോന്നണോണ്ടിട്ട് ഞാൻ പിന്നെ സെപ്പറേറ്റ് ആയിട്ട് മുരിങ്ങാക്കോലും ചേനയും പച്ചക്കയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഒരു ബീറ്റ്റൂട്ട്, പാവയ്ക്ക, പിന്നെ എന്തൊക്കെയോ വാങ്ങി. ഞാലിപ്പൂവൻ പഴം, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അച്ചാറിടാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ അച്ചാറിടാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്രാവശ്യം നമ്മുടെ മാങ്ങയും മേടിച്ചു. പിന്നെന്താണ് മറന്ന് പോകണല്ലോ ദൈവമേ, വടകപ്പുളിയും മേടിച്ചു. പക്ഷേ ഞാൻ അച്ചാർ ഒരു സാധനം മാത്രമേ ഇട്ടുള്ളൂ, മാങ്ങ മാത്രമേ ഇട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ ഓണക്കോടിയൊക്കെ തലേദിവസം പോയി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എനിക്കെടുത്തില്ല എന്നല്ല കേട്ടോ, എടുത്തു. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇപ്പോൾ എടുക്കണുണ്ടല്ലോ മിക്കപ്പോഴും എടുക്കാറുള്ളത് കൊണ്ടിട്ട് തന്നെ എനിക്കങ്ങനെ പ്രത്യേകിച്ച് എടുത്തില്ല കേട്ടോ. ഞാൻ ഒരു കേരള സാരിയും പിന്നെ അതുപോലെ തന്നെ ഒരു കുർത്തിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുള്ളതുകൊണ്ടിട്ട് എനിക്കെടുത്തില്ല. പിന്നെ ആമിക്കുട്ടിക്കും നമ്മളൊരു പട്ടുപാവാടയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടനും അപ്പനും ആലുവിനും മാത്രം എടുത്തത്. പിന്നെ അത് കഴിഞ്ഞ് ആമിക്ക് ഒരെണ്ണം കൂടി എടുത്ത് കേട്ടോ. ബർത്ത്ഡേ ആണല്ലോ വന്നത്. പിന്നെ അതിന് വേണ്ടിയിട്ട് ഇനി ഒരു പോക്കും കൂടെ പോകണ്ടല്ലോ എന്ന് കരുതി. അപ്പോൾ അപ്പൻ്റെ ഓണക്കോടി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൻ അന്ന് രാത്രി ഞങ്ങൾ അന്ന് രാത്രി അപ്പം 12 മണിയായി പണിയും കഴിഞ്ഞ് വന്നപ്പോൾ. അപ്പോൾ അതുകൊണ്ടിട്ട് പിന്നെ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ രാവിലെയാണ് കേട്ടോ കൊടുത്തത്. പിന്നെ അതിനിടയ്ക്ക് എനിക്ക് വളയൊക്കെ നമ്മുടെ ഞങ്ങൾ 3 പെണ്ണുങ്ങളാണല്ലോ ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അധികം ഒരുക്കുമല്ലോ. അപ്പോൾ അതൊന്ന് ഒതുക്കിപ്പെറുക്കി വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഓർഗനൈസർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പച്ചക്കറി കടയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും ഈ സാധനം എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ പിന്നെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് പൊട്ടിച്ച് നോക്കണം. അങ്ങനെ പിന്നെ അത് വളയൊക്കെ ഞങ്ങൾ അതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ലിങ്ക് ഞാൻ ടാഗ് ചെയ്തേക്കാം കേട്ടോ. 2 എണ്ണം ഉണ്ട്. അധികം പൈസയൊന്നും ഇല്ല കേട്ടോ, 200 സംതിങ് രൂപ എങ്ങാണ്ടേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പച്ചക്കറികളൊക്കെ എല്ലാം ഒതുക്കി വെക്കണത്. അപ്പോൾ ഫ്രിഡ്ജിലോട്ടൊന്നും വെക്കണില്ല, കാരണം താഴെ തന്നെ ഒരു കവർ വിടർത്തിയിട്ട് അതിൻ്റെ പുറത്തോട്ട് അങ്ങനെ ഇടാനാണ് കേട്ടോ ചെയ്യണത്. കാരണം നമുക്കത് എടുക്കാനുള്ളതാണല്ലോ. അപ്പോൾ പിന്നെ ഫ്രിഡ്ജിൽ കുത്തിക്കിയിട്ടുണ്ടല്ലോ എന്ന് കരുതി അങ്ങനെ അതൊക്കെ ചായച്ച് വെച്ച് ഉള്ളിക്കൊട്ടയിൽ ഉള്ളിയും സവോളയും പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ നേരെ കറി വെക്കാൻ വേണ്ടി കയറി കേട്ടോ. അപ്പോൾ ഒരു ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ കറി വെക്കാമെന്ന് കരുതി. ചിക്കൻ കറി ആകുമ്പോഴത്തേക്കും എന്താ കാര്യം എന്നാ, രാത്രത്തേക്കും ആകും. മീനൊന്നും മേടിക്കാനുള്ള ആ ഒരു സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ അത് വെട്ടി നിൽക്കാനുള്ള നേരവുമില്ല, കാരണം കുറേ പണി കിടപ്പുണ്ടല്ലോ നമുക്ക് പുറകെ. അങ്ങനെ വേഗം തന്നെ ചിക്കനൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള സവോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ ഞാനൊന്നും ഉണ്ടാക്കില്ല കേട്ടോ, പുറത്തുനിന്നാണ് മേടിച്ചത്. പുട്ടും കറിയും മേടിച്ച്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ രാവിലെ അതിനിടയ്ക്ക് കഴിച്ചായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ രാത്രി തന്നെ ഒരുവിധം ചെറിയ പണികളൊക്കെ ഒതുക്കി വയ്ക്കാൻ നിർത്തി. പായസത്തിൻ്റെ പണിയാണല്ലോ ഏറ്റവും കൂടുതൽ പണി. അപ്പോൾ അതങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പകുതി പണി അങ്ങോട്ട് കഴിഞ്ഞ പോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ കരുതി അതൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കി വയ്ക്കാമെന്ന്. അപ്പോൾ അതേ വേഗം തന്നെ ചിക്കൻ കറി അടപ്പത്തോട്ടാക്കി 2 ഉരുളക്കിഴങ്ങ് കൂടെ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവർക്ക് ചോറ് കൊടുക്കാമെന്ന് കരുതിയ പിള്ളേർക്കും അപ്പനും ചേട്ടനൊക്കെ. അപ്പോൾ ഞാനും കൂട്ടത്തിൽ കഴിച്ചു കേട്ടോ, അല്ലെങ്കിൽ പിന്നെ ചോറ് തീറ്റിയൊന്നും നടക്കൂലേ. അങ്ങനെ വേഗം തന്നെ ചിക്കൻ കറി ആയപ്പോഴത്തേക്ക് അവർക്കൊക്കെ ചോറ് കൊടുത്തു. പിന്നെ ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിലില്ലേ, പിന്നീട് വൈകുന്നേരം ഒരു 3-3:30 ആയപ്പോഴത്തേക്കും ഞാൻ വേഗം പച്ചക്ക 1 കിലോ വേറെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ചിപ്സ് ഉണ്ടാക്കാനും
പിന്നെ എന്താണ് നമ്മുടെ ഉപ്പേരി ഉണ്ടാക്കാനും കൂടിയാണ് കേട്ടോ. പിന്നെ അവിയലും കൂട്ടുകറിക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിയത്. 1 കിലോ മേടിച്ചു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ സാമ്പാർ കഷ്ണം മേടിച്ചപ്പോഴത്തേക്കും 2 എണ്ണം കൂടെ വേറെ എക്സ്ട്രാ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ പച്ചക്ക നമ്മുടെ അവിയലിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിയത്. ഈ 1 കിലോനായിട്ട് മേടിച്ചത് ഞാൻ ചിപ്സും ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പക്ഷെ അതും എടുത്തൊന്നുമില്ല കേട്ടോ ഫുള്ളും. കാരണം നമുക്ക് ഒരു സൈഡൊന്ന് ഒപ്പിക്കണം, അതിന് വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ അതിനിടയ്ക്ക് ചേട്ടൻ്റെ എന്താ പറയുക കോമാളിത്തരമാണ് കേട്ടോ. ആമിയാണ് അത്ര നേരം ആ സാരിയും ചുറ്റിക്കൊണ്ട് നടന്നത്. പിന്നെ ആമിനെ പറ്റിക്കാൻ വേണ്ടി ചേട്ടനും ഒത്തിരി നേരം ഉടുത്ത് നടക്കലാണ് കേട്ടോ ആ കാണുന്നത്, കളിയാക്കാൻ വേണ്ടിയിട്ടേ. കളിയാക്കാനെന്നല്ല, ആളിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും, നമുക്കത് കേൾക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും വാതോരാതെ. അപ്പോൾ അതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ വട്ടാക്കണത്. അങ്ങനെ ഞാനൊരു ഇച്ചിരി നേരം നോക്കി നിന്നിട്ട് ഞാൻ പിന്നെ എൻ്റെ പണി നോക്കാൻ വേണ്ടി അടുക്കളയിലോട്ട് പോകുന്നു കേട്ടോ. കാരണം ഞാൻ അതും നോക്കിയിരുന്ന എൻ്റെ പണിയൊക്കെ ആരെടുക്കുമെന്നേ. അങ്ങനെ വേഗം വന്നിട്ട് പച്ചക്കയൊക്കെ ഇനി അരിയാൻ വേണ്ടി പോണേണേ. പാത്രങ്ങളാണെങ്കിൽ ഒരു കുന്നിങ്ങനെ കഴുകും പിന്നെയും വരും, കഴുകി മാറ്റും പിന്നെയും വരും. അപ്പോൾ ചോറുന്ന പാത്രങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ അങ്ങോട്ട് തേച്ച് കഴുകി തന്നിട്ട് ഞാൻ വേഗം തന്നെ ഇറയത്തോട്ട് വന്നിട്ട് പച്ചക്കറി അരിയാൻ വേണ്ടി നിന്നേ. എനിക്കാണെങ്കിൽ ഇങ്ങനെ വട്ടം വട്ടം അരിയാനായിട്ട് ഞാൻ സാധാരണ അരിയണ പോലെ കിട്ടും. എല്ലാവരും ഈ ചൂണ്ടുകല്ല് വെച്ചിട്ട് അരിയൂലേ, എനിക്ക് അങ്ങനെ അരിയണ കാണുമ്പോൾ ഭയങ്കര എനിക്കും അങ്ങനെ അരിയണമെന്നൊക്കെ തോന്നും. പക്ഷേ ഞാൻ അരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എൻ്റെ കൈ മുറിയും കേട്ടോ. എനിക്കതൊരു വശം കിട്ടില്ല. ഇതേപോലെ അരിഞ്ഞാലാണ് എനിക്കൊരു സ്പീഡ് കിട്ടുള്ളൂ. അങ്ങനെ അതും ഒരു 3 എണ്ണം ഞാൻ എടുത്തെന്ന് തോന്നണം കേട്ടോ. 3 എണ്ണം എടുത്തത്. എന്നിട്ട് അത് വേഗം തന്നെ വട്ടം വട്ടം അരിഞ്ഞു. വറക്കാൻ വേണ്ടിയിട്ട് അടപ്പത്തോട്ടാക്കാൻ വേണ്ടി പോകുന്നപ്പോൾ നമുക്ക് അതേ വെളിച്ചെണ്ണയിൽ തന്നെ ഉപ്പേരിക്കും എടുക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ രണ്ടും ഒരുപോലെ അങ്ങോട്ട് ചെയ്യണത്. ഞാൻ കടയിൽ നിന്ന് വാങ്ങിയില്ല, ഇതും അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് കരുതി. പക്ഷേ ഒരു കാര്യം എടുത്ത് പറയാനുള്ളത്, നമ്മൾ വീട്ടിലുണ്ടാക്കി ഈ ചിപ്സ് വറുത്ത് കഴിക്കുമ്പോഴേ എന്താ ഒരു ടേസ്റ്റ് എന്നാ. ഞാൻ കുറച്ച് മാത്രം എടുത്തിട്ട് കുപ്പിയിലാക്കിയിട്ട് ബാക്കി പിള്ളേർക്ക് കൊടുത്തു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ടേ. ഉപ്പേരിയും ചിപ്സും ഒക്കെ ഞാനിങ്ങനെ വീട്ടിൽ ഈ ഓണത്തിന് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഒരു 2-3 വർഷമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ കേട്ടോ. അതുവരെ നമ്മളെപ്പോഴും കടയിൽ നിന്ന് വാങ്ങിയിട്ടാണ് കേട്ടോ ഈ സാധനമൊക്കെ നമ്മൾ സൈഡായിട്ട് വെക്കണത്. അപ്പോൾ ഉപ്പേരിക്കുള്ള ശർക്കരയാണ് ഞാൻ ഉരുക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ റെഡി ആയപ്പോഴത്തേക്കും വേഗം തന്നെ നമ്മുടെ 2 സുർണാപ്പികൾക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരതോടെ ഇരുന്ന് കഴിക്കാനാണേ. അല്ലെങ്കിൽ തന്നെ ഞാനിപ്പോൾ കൊടുത്തില്ലെങ്കിൽ അവർ വന്ന് ചോദിച്ച് മേടിച്ചോളും കേട്ടോ, അത് വേറെ കാര്യം. പിന്നെ ഞാൻ രാത്രി ആയപ്പോഴത്തേക്കും മാങ്ങാച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി കയറിയപ്പോൾ മാങ്ങാച്ചാർ ഞാൻ അരിഞ്ഞെടുത്തില്ല, ചോപ്പറിൽ അടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. എളുപ്പ വഴിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ, പെട്ടെന്ന് പണികളൊക്കെ കഴിയട്ടെ എന്ന് കരുതിയിട്ട്. അങ്ങനെ ഈ ചോപ്പറില്ലേ കുറേ പേരായിട്ടാണ് ചോദിക്കണത്. എന്നോട് ഫേസ്ബുക്കിലും ചോദിക്കാറുണ്ട്, നമ്മുടെ ഇതിൽ ഇൻസ്റ്റയിലും വന്നിട്ട് ചോദിക്കാറുണ്ട്, യൂട്യൂബിലും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിയതല്ല, ഇത് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാതെ ഞാൻ വാങ്ങിയതല്ല. നമ്മുടെ സബ്സ്ക്രൈബറായ ബാംഗ്ലൂരിലുള്ള മേരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചേച്ചി എനിക്കിത് ഗിഫ്റ്റായിട്ട് അയച്ചു തന്നതാണ് കേട്ടോ. വണ്ടർ ഷെഫിൻ്റെതാണ്. ഞാനപ്പോൾ എല്ലാവരോടും പറയാറുണ്ട്, അപ്പോൾ ലിങ്ക് കിട്ടാനുണ്ടെങ്കിൽ ഞാനിതിവിടെ കൊടുത്തേക്കാം കേട്ടോ. ആവശ്യമുള്ള ആൾക്കാർ കയറി ചെക്ക് ചെയ്ത് വാങ്ങിക്കോ, നല്ല സാധനമാണ് കേട്ടോ. അങ്ങനെ ഞാൻ വേഗം മാങ്ങാച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി കയറി. ചട്ടി അടുപ്പത്തോട്ട് വെച്ചു. വെളിച്ചെണ്ണയും കടുകും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും ഉലുവയൊക്കെ പൊട്ടിച്ചു. എന്നിട്ട് പിന്നെ എന്താണ് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ വഴറ്റിയിട്ട് അതിനകത്തോട്ട് നമ്മൾ സാധാരണ എപ്പോഴും പൊടികൾ ചേർക്കണ പോലെ പൊടികൾ അങ്ങോട്ട് ചേർത്ത് കൊടുക്കും. പൊടികൾ ചേർക്കണ നേരത്ത് തീ അങ്ങോട്ട് കുറയ്ക്കും. ഇല്ലെന്നാണെങ്കിൽ തീയെ നന്നായിട്ട് ഓഫാക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പിടിക്കും. എന്നിട്ട് പിന്നെ വിനാഗിരി ഉപ്പ് ഇട്ടിട്ട് നമ്മുടെ മാങ്ങയും കൂടെ തട്ടിക്കൂട്ടി കൊടുക്കുമ്പോൾ നമ്മുടെ മാങ്ങാച്ചാർ റെഡി. അപ്പോൾ ഞാൻ ഈ ഒരു അച്ചാർ മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. വടകപ്പുളിയും കൂടി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ് വടകപ്പുളി വാങ്ങിയത്. പക്ഷേ ഞാനത് ഒഴിവാക്കി. അങ്ങനെ 2-3 സാധനങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കി വിട്ടു കേട്ടോ സദ്യയ്ക്ക്. എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു. പിന്നെ മധുരക്കറി എന്ന് പറയുന്നത് കാളനാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. ഈ കാളൻ എന്ന് പറയുന്ന കറീനെയാണ് മധുരക്കറി എന്ന് ഉദ്ദേശിക്കണതെന്ന്. പക്ഷെ അതിവിടെ ആർക്കും ഇഷ്ടമല്ല, എനിക്കൊട്ടും ഇഷ്ടമല്ല. എൻ്റെ അമ്മയെ ചോറും കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് സദ്യയിൽ ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ സദ്യ കഴിച്ചാൽ തന്നെ അത് ഞാൻ തൊട്ടുപോലും നോക്കാത്തൊരു കറിയാണ്. അപ്പോൾ അതിനെ ഒഴിവാക്കിയിട്ട് പിന്നെ എന്താണ് നമ്മുടെ കൂട്ടുകറിയിൽ അതും ഒഴിവാക്കി. ഞാൻ കടലയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചതാണ്, പക്ഷേ ഒഴിവാക്കി വിട്ടു. അപ്പോൾ ഇഞ്ചിക്കറിയാണ് കേട്ടോ ഞാൻ ഇഞ്ചിക്കറിയല്ല, പുളിയിഞ്ചിയാണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഞ്ചിയും ഞാൻ ചോപ്പറിൽ ഇങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ട് വേഗം തന്നെ അത് വെളിച്ചെണ്ണയിൽ വറുത്ത് കോരി അപ്പോഴത്തേക്കും ഞാൻ പുളിയൊക്കെ പിഴിഞ്ഞ് മാറ്റുന്നുണ്ട്. ഈ പുളിയിഞ്ചി ആകുമ്പോഴത്തേക്കും തേങ്ങയൊന്നും വറുത്തരക്കണ്ടല്ലോ, അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കാര്യം കഴിയും. അങ്ങനെ ഇഞ്ചി നന്നായിട്ട് മുരുമുരാ വറുത്ത് കഴിയുമ്പോഴത്തേക്കും എൻ്റെ കൈ വെച്ച് തന്നെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പ്രത്യേകം എടുത്ത് പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ല. അങ്ങനെ നമ്മുടെ പുളിയിഞ്ചി സെറ്റായി. പിന്നെ ഇപ്പം ഞാൻ ചെയ്തത് നമ്മുടെ തേങ്ങാപ്പാൽ അടിച്ചെടുക്കുന്നതാണ് കേട്ടോ. പായസത്തിനുള്ളത് 3-ാം പാല്, 2-ാം പാല്, 1-ാം പാല്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കടയിൽ പോകുമ്പോൾ എനിക്കാണെങ്കിൽ ഈ അരണയുടെ സ്വഭാവമാണെന്നേ, അതുകൊണ്ടിട്ടാണ് ചേട്ടൻ പറയണത് ലിസ്റ്റ് എഴുതി കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാൻ കടയിൽ പോയപ്പോഴത്തേക്കും ഇല്ല, വീട്ടിൽ ശർക്കര ഉണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ശർക്കര വാങ്ങിയില്ല. ആകെ 1 കിലോ മാത്രമേ ഞാൻ വാങ്ങിയുള്ളൂ കേട്ടോ. അപ്പോൾ ബാക്കി ശർക്കര ഇവിടെ ഇരിപ്പുണ്ടല്ലോ എന്ന് കരുതിയേ. പക്ഷേ പാതിരാത്രിയാണ് ഞാനിപ്പോൾ ഈ പായസം ഉണ്ടാക്കാൻ വേണ്ടി കയറണത്. അപ്പോഴാണ് നോക്കിയപ്പോൾ അയ്യോ ശർക്കര കാണാനില്ല. പിന്നെ കടയൊന്നും തുറക്കുകയുമില്ലല്ലോ. അപ്പോൾ ഞാൻ കരുതിയേ എന്നാൽ പകുതി പണികളങ്ങോട്ട്
ഒരുവിധം പണി ഒതുക്കി വെച്ചിട്ട് നാളെ ആ ബാക്കി ശർക്കരയും കൂടെ വാങ്ങിയിട്ട് ഉരുക്കി ഒഴിക്കാമെന്ന്. അങ്ങനെ തേങ്ങാപ്പാലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ദേ അപ്പോഴത്തേക്കും ഞാൻ നമ്മുടെ ചെറുപയറ്റും പരിപ്പില്ലേ അത് കഴുകി വാരിയിട്ട് ഇച്ചിരി നെയ്യിൽ വറുത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേ പാല് നമ്മൾ അല്ല ഇതേ പാലല്ല, ഈ പരിപ്പ് നമ്മൾ കുക്കറിലാണ് കേട്ടോ വേവിച്ചെടുക്കണത്. അതും 3-ാം പാൽ ഒഴിച്ചിട്ട്. അപ്പോൾ ഇത്തിരി 2-ാം പാൽ ഇച്ചിരി അധികമായിട്ട് വേണം കേട്ടോ, കാരണം നമുക്ക് ശർക്കര ഇട്ട് നന്നായിട്ട് വരട്ടിയെടുക്കാനുള്ളതാണ്. അങ്ങനെ പരിപ്പ് ഞാൻ അതൊന്ന് വറുത്തിട്ട് വേഗം തന്നെ കുക്കറിനകത്തോട്ടാക്കി അതിൻ്റെ തൊട്ട് 3-ാം പാൽ ഒഴിച്ചു കൊടുത്ത് നമുക്കതൊരു നുള്ളുപ്പിട്ട് കൊടുത്തിട്ട് ഒരൊറ്റ വിസിൽ മതി കേട്ടോ. ഒരൊറ്റ വിസിൽ അത് വേവും. നമ്മൾ പിന്നെ ഇടയ്ക്കൊന്നും തുറന്നു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ വിസിൽ ഒരു വിസിൽ വന്നു കഴിയുമ്പോഴത്തേക്കും അവിടെ അങ്ങനെ തന്നെ മൂടി വെച്ച് തനിയെ അങ്ങോട്ട് എയറെല്ലാം പോയി കഴിയുമ്പോഴത്തേക്കും തുറന്ന് നോക്കുമ്പോൾ കറക്റ്റ് പരിവായിട്ടിരിക്കും. പിന്നെ തേങ്ങാപ്പാൽ നമ്മൾ സാധാരണ വെള്ളം ഒഴിക്കണത് പോലെയല്ല, ഒരു ഇച്ചിരി അധികം ഒഴിക്കണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അടിക്ക് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പായസത്തിൻ്റെ ടേസ്റ്റ് വേറെ ആയിപ്പോവും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കൂട്ടുകാർക്ക് കടലയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ വെച്ചില്ല, മടിയായിപ്പോയി കേട്ടോ. പിന്നെ ഓലം വെക്കാനുള്ള വൻപയർ ഇതൊക്കെ ഞാൻ മറക്കാണ്ട് എടുത്തെടുത്ത് ഓരോ പണികൾ അങ്ങോട്ട് ഓർക്കുമ്പോൾ അങ്ങോട്ട് ചെയ്ത് വെക്കാനാണ് കേട്ടോ കാണുന്നത്. പിന്നെ നാളത്തേക്ക് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ. കാരണം നമ്മൾ ഓൾറെഡി എന്തായാലും സാമ്പാർ ഉണ്ടാക്കും. ഇപ്പം ഞാൻ വല്ല പുട്ടോ ചപ്പാത്തിയോ ഉണ്ടാക്കണമെങ്കിലല്ലേ അതിന് ഞാൻ വേറെ കറി വെക്കാമെന്ന് വെക്കണം അതിനിടയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ ഇഡലിയോ ദോശയോ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതിയല്ലോ. അങ്ങനെ ഞാൻ ആ വെന്ത് വന്ന പരിപ്പില്ലേ നമ്മുടെ പായസം വെക്കണ ചട്ടിക്കകത്തോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ ആദ്യം കുറച്ച് ശർക്കര ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതും കൂടെ ഉരുക്കി ഇനി ഒഴിക്കണം. പിന്നെ അതുപോലെ തന്നെ 2-ാം പാലും കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് ഈ ശർക്കരയും തേങ്ങാപ്പാലും പരിപ്പൊക്കെ കിടന്ന് നന്നായിട്ട് യോജിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എന്തടുത്ത് ഈ ബാക്കി ശർക്കരയും കൂടെ ഉരുക്കി ഒഴിക്കാനുള്ളത് കൊണ്ടിട്ട് തലപ്പാൽ ഒഴിച്ചില്ല. തലപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ തിളപ്പിക്കൂലല്ലോ, ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമ്മളത് അങ്ങോട്ട് ഓഫാക്കും. അതുകൊണ്ട് തലപ്പാൽ ഞാൻ നാളെ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലോട്ട് എടുത്ത് മാറ്റുകയാണ് കേട്ടോ ചെയ്തത്. ഇനി നമുക്ക് ഇഡലി ഉണ്ടാക്കാനുള്ള മാവ് അരച്ചെടുക്കാം. ഞാൻ പച്ചരി ഉഴുന്നൊക്കെ നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇഡലി മാത്രം ഉണ്ടാക്കിയപ്പോൾ ഓരോ ദോശയും കൂടെ ഉണ്ടാക്കണം കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞ് ആ പായസം കൂടെ ഒന്ന് ഓഫാക്കി വെച്ചിട്ടുണ്ടെങ്കിലല്ലേ എൻ്റെ പണി ഇപ്പോൾ ഒരുവിധമൊക്കെ ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ പോയി കിടന്നുറങ്ങും. കാരണം ഞാൻ ഉറങ്ങണ ആ ഒരു സമയം 12 മണിയൊക്കെ ആയിട്ടോ. ഞങ്ങൾ രാത്രി ഒന്ന് കടയിൽ പോയിട്ടുണ്ടായിരുന്നു, വേറൊന്നിനും അല്ല, ഒന്ന് മെഡിക്കൽ ഷോപ്പ് വരെ പോയതാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചായിരുന്നു, അയ്യോ ഇപ്പോഴല്ല കേട്ടോ, ഞാൻ ഈ പായസം ഉണ്ടാക്കണൊക്കെ മുമ്പുള്ള കാര്യമാണ് പറയണത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് പൂക്കട കണ്ടപ്പോഴത്തേക്കും പൂ വാങ്ങണമെന്ന്, പക്ഷെ മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് നേരം വെളുക്കനേ എഴുന്നേറ്റിട്ട് പോയി പൂ മേടിക്കണം. അപ്പോൾ അതൊക്കെ ആലോചിച്ചാണ് കേട്ടോ ഈ ഇരിക്കണത്. അപ്പോൾ ഞാൻ അരച്ചെടുത്ത മാവ് കൈയിട്ട് ഒരു മിനിറ്റ് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യും കേട്ടോ. അപ്പോൾ നന്നായിട്ട് പെട്ടെന്ന് തന്നെ പൊന്തി വരുവേ. പക്ഷേ ചിലർക്കൊന്നും ഇത് കാണുമ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടാറില്ല കേട്ടോ. അതെനിക്ക് അങ്ങനെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, അതാണ് ഞാൻ എടുത്തങ്ങനെ പറഞ്ഞത്. എന്നിട്ട് പോയി കിടന്നുറങ്ങി. ഇതേ രാവിലെ എഴുന്നേറ്റു, കുളി കഴിഞ്ഞു. കുളിച്ച് കാലത്തെ കുളിച്ച് കേട്ടോ. ഞാൻ പിന്നെ കുളിച്ച് കഴിഞ്ഞപ്പോൾ ഓർത്ത് പോയി, ദൈവമേ എന്തിനാണ് ഞാൻ കുളിച്ചതെന്ന്. കാരണം ആ കുളി കഴിഞ്ഞപ്പോൾ തുടങ്ങി എനിക്ക് തുമ്മലും ജലദോഷവും പിടിച്ചതാണ്. കുളിക്കാറുണ്ട്, നമ്മൾ എല്ലാ ദിവസവും കുളിക്കും, രാത്രി മേലും കഴുകും. പക്ഷേ എനിക്ക് നേരത്തേക്കൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഈ കുറേ നാളായിട്ട് എനിക്കിപ്പോൾ സമയം തെറ്റി കുളിക്കിപ്പോൾ ഈ പാതിരാത്രിയൊക്കെ കുളിച്ചാലും വെളുപ്പിനെ കുളിച്ചാലും ഒന്നും എനിക്കിപ്പോൾ പിടിക്കാനുള്ള. മറ്റേത് എനിക്ക് ഏത് പാതിരാത്രി തലനനച്ചാലും കുഴപ്പമൊന്നും ഉണ്ടാകാതിരുന്നതായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്കത് പറ്റണില്ല. അതറിഞ്ഞുകൊണ്ട് ഞാൻ പോയി കുളിച്ചത് എന്തിനാണെന്ന് ഞാൻ ഇപ്പോൾ ഓർക്കണം കേട്ടോ. തുമ്മി മനുഷ്യൻ ചത്ത്. അപ്പോൾ അതിനിടയ്ക്ക് കുളിയൊക്കെ കഴിഞ്ഞിട്ട് പോയി പൂവൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ പൂവ് പിള്ളേർ എഴുന്നേറ്റിട്ട് കിള്ളാന്ന് കരുതിയിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചേക്കണേ. തലേ ദിവസം തുടങ്ങി ആലും ആമിയൊക്കെ പറഞ്ഞിരിക്കണേ, അമ്മ അത്തക്കലിടുമ്പോൾ പൂവൊക്കെ ഞങ്ങൾ കിള്ളിത്തരാമെന്നൊക്കെ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെയൊക്കെ ഇങ്ങനെ അതിൽ കിടന്നൊക്കെ വിരകാൻ വേണ്ടിയിട്ടേ ആമിക്ക് പ്രത്യേകിച്ച്. അപ്പോൾ ഞാൻ അതുങ്ങൾ എഴുന്നേക്കട്ടെ എന്ന് കരുതിയപ്പോൾ ആ ഒരു നേരം കൊണ്ടിട്ട് ഞാൻ രാവിലെ ശർക്കര മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉരുക്കാൻ വേണ്ടിയിട്ട് ആ ഇഡ്ഡലിച്ചെമ്പിൽ വെച്ചേക്കണത് അതാണ് കേട്ടോ. അതാകുമ്പോഴത്തേക്കും പൊങ്ങി പോകില്ലല്ലോ എന്ന് കരുതി പിന്നെ ഒരടപ്പിലോട്ട് ചായക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ മാവ് പൊന്തി വന്നപ്പോഴത്തേക്കും ഞാൻ ഇഡലി ഉണ്ടാക്കാനാണ് കേട്ടോ. ഒരു കൂട്ടത്തിൽ ഒരു 2-3 ദോശയും കൂടെ ചുടണം. അപ്പം ഞാൻ ആദ്യം നമ്മുടെ കുഞ്ഞ് സ്റ്റീലിൻ്റെ ഇഡലി പാത്രം ഇല്ലേ അതിലാണ് കേട്ടോ വെക്കണത്. കാരണം ഞാൻ വലിയ ഇഡലി പാത്രത്തിൻ്റെ അകത്താണ് ശർക്കര ഉരുക്കാൻ വേണ്ടി വെച്ചത്. അപ്പോൾ അതിനി അത് മാറ്റി കഴിയുമ്പോഴത്തേക്കും ആ വലിയ ഇഡലി പാത്രത്തിലും കൂടെ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കാര്യം കഴിയും. അപ്പോൾ ഞാൻ ആ ശർക്കര ഉരുക്കിയത് നമ്മുടെ പായസത്തിൻ്റെ അകത്തോട്ട് ഒഴിക്കാനാണ് കേട്ടോ. ഒഴിച്ചിട്ട് കൈവിടാതെ ഇങ്ങനെ ഇളക്കി ഇരിക്കണം, ഇല്ലെന്നാണെങ്കിൽ അടിക്ക് പിടിക്കും. ഒന്നാമത് പരിപ്പാണല്ലോ, പരിപ്പിൻ്റെ കാര്യം പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ട. അപ്പോൾ ഞാനിങ്ങനെ ഒരു കൈ കൊണ്ട് അതും ഇളക്കുന്നുണ്ട്, ഒരു കൈ കൊണ്ട് ചായ കുടിക്കുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളൊക്കെ കൈ രണ്ടും ഇങ്ങനെ എന്താ പറയുക ചലിച്ചുകൊണ്ടേ ഇരിക്കാനാണ് കേട്ടോ. എനിക്ക് പായസത്തിന് വേണ്ടിയിട്ട് തേങ്ങയ്ക്കെല്ലാം ഒരു 3-4 തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പിന്നെ അതുപോലെ തന്നെ പച്ചക്കറികൾക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ടും തേങ്ങയ്ക്കെല്ലാം ചേട്ടനാണ് കേട്ടോ ചിരവി തന്നത്. അതൊക്കെ സഹായിക്കും, അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. ബാക്കിയൊന്നും ചെയ്ത് നമ്മൾ പറഞ്ഞു കൊടുത്താൽ ചെയ്തൊക്കെ തരും, അല്ലാതെ തനിയെ ചെയ്യാനൊന്നും അങ്ങനെയൊന്നും അറിയാനൊന്നും പാടില്ല. അപ്പോൾ ഈ തേങ്ങ ചിരവൽ പരിപാടി എനിക്ക് മടിയുള്ളൊരു കാര്യമാണല്ലോ. അപ്പോൾ അതൊക്കെ എല്ലാ ആളാണ് കേട്ടോ പിഴിഞ്ഞല്ല ചിരവിയൊക്കെ തന്നത്. അങ്ങനെ ഞാൻ വേഗം തന്നെ സാമ്പാർ ഉണ്ടാക്കാനുള്ള പരിപ്പ് കഴുകി അടപ്പത്തോട്ട് ഇട്ടിട്ടുണ്ട്, കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഞാൻ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ആ സമയം കൊണ്ട് അരിഞ്ഞെടുക്കാമെന്ന് കരുതിയേ. പിന്നെ നമ്മൾ മാങ്ങാച്ചാറിട്ടില്ലേ, അത് ഞാൻ ചട്ടിക്കകത്ത് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ചൂടാടെ എടുത്ത് കുപ്പിയിലാക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കും വെക്കാമെന്ന് കരുതി. അങ്ങനെ ആ കുഞ്ഞ് നമ്മുടെ എന്താ ഭരണിയില്ലേ, അതിനകത്തോട്ട് ആ മാങ്ങാച്ചാറും ആക്കിയിട്ടുണ്ട്. പിന്നെ കഞ്ഞിക്ക് വെള്ളം വെച്ചു, ഒപ്പം ദേ അരിയും കഴുകി ഇടുന്നുണ്ട്. ഈ ചോറ് വയ്ക്കണ കാര്യം ഞാൻ പലപ്പോഴും മറന്നു പോകാറുണ്ട്. ചിലപ്പോൾ ഭയങ്കര വിപുലമായ കറികളൊക്കെ ഉണ്ടാക്കാം കേട്ടോ, ചോറ് വയ്ക്കാൻ മറന്നു പോവും. എന്തോ ഒരു മറവി അങ്ങനെ പറ്റും. അപ്പോൾ ഇതങ്ങനെ സംഭവിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അങ്ങനെ ആദ്യം തന്നെ ചോറും കൂടെ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് തിളപ്പിച്ച് നമുക്ക് തെർമൽ കുക്കറിലോട്ട് ഇറക്കി വെക്കണം. പരിപ്പ് ദേ വെന്തപ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ട് തീ ഓഫാക്കി സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ അരിഞ്ഞെടുക്കണതാണ് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ദേ പിള്ളേരൊക്കെ എഴുന്നേറ്റ് വന്നപ്പോൾ അവർക്ക് എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, പോയി പല്ലൊക്കെ തേച്ചിട്ട് വാ, എന്നിട്ട് നമുക്ക് പൂവൊക്കെ കിള്ളാമെന്ന്. അങ്ങനെ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഞാൻ ഒരു ഗ്ലാസ് ചായയൊക്കെ കൊടുത്തിട്ട് പൂ കിള്ളാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ ഇരുത്തിയൊക്കെയാണ് കേട്ടോ കാണുന്നത്. പിന്നെ ഇതുങ്ങൾക്ക് അങ്ങനെ കാര്യമായിട്ട് കിള്ളാൻ ഞാൻ പറഞ്ഞു കൊടുത്താലേ മാത്രമേ അങ്ങനെ ചെയ്യാൻ അറിയുള്ളൂ. പക്ഷെ ഞാൻ കത്രിക ഒന്നും കൊടുത്തില്ല കേട്ടോ. കത്രിക കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു കറുപ്പ് സാധനമില്ല പൂവിൻ്റെ, അത് മാത്രം വരാതെ കട്ട് ചെയ്തെടുക്കാം. പക്ഷേ കത്രിക കൊടുത്തിട്ടുണ്ടെങ്കിലില്ലേ രണ്ടും കൂടി അടക്കിടുന്ന ഗുസ്തിയായിരിക്കുള്ളൂ. പിന്നെ വല്ലതും മേലൊക്കെ പൊട്ടി ചോരയൊക്കെ വരും. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ കരുതി കത്രിക പരിപാടി വേണ്ട, കൈ കൊണ്ട് തന്നെ കിള്ളി എടുക്കട്ടെ, വേറെ ആരും ഇപ്പോൾ കാണാനൊന്നും ഇല്ലല്ലോ, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, എങ്ങനെയെങ്കിലുമൊക്കെ കിള്ളട്ടെ എന്ന് കരുതി അങ്ങനെ പൂവൊക്കെ കിള്ളി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും സാമ്പാർ ഇഡലി ആയപ്പോൾ അവർക്ക് കഴിക്കാൻ കൊടുത്തേ. കാരണം അവർക്ക് കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ പിന്നെ നമുക്കൊരു സമാധാനം സ്വസ്ഥതയുമാണ്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ബാക്കി പണികൾ അങ്ങോട്ട് ചെയ്യാം. ഇല്ലെന്നാണെങ്കിൽ ഓരോ പണി ചെയ്യണിടയ്ക്ക് വരും, വിശക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ രാവിലത്തെ ചായ കൂടി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് കേട്ടോ ഞങ്ങൾ പൂവിടണത്. പൂവിടണമെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും അങ്ങനെ അത്തക്കളം വരയ്ക്കാനൊന്നും അറിയില്ല. എന്നാൽ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് വരയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആമിയോട് ഞാൻ പറഞ്ഞേ, ഒരു ചോക്കിൻ്റെ കഷ്ണം ഉണ്ടെങ്കിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോൾ ആമി എടുത്തുകൊണ്ട് വന്നു കേട്ടോ. പക്ഷേ അത് നമ്മുടെ ആ തിണ്ണയിലില്ലേ വരച്ചിട്ട് അത് തെളിയണില്ല. പിന്നെ എനിക്ക് ഇഷ്ടം പോലെ ഇണക്കത്തിൻ്റെ സ്റ്റാറാണോ എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. തട്ടിക്കൂട്ടാണേ. എല്ലാ പൂക്കള മത്സരമൊക്കെ ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചേക്കരുത് കേട്ടോ, തോറ്റ് തൊപ്പിയിട്ട് പോകും. അങ്ങനെ അതിനിടയ്ക്ക് അവിയലിൻ്റെ കഷ്ണങ്ങളാക്കി അതും വേവിക്കാൻ വേണ്ടി വെച്ചു. പിന്നെ പാവയ്ക്ക പച്ചടിക്ക് വേണ്ടിയിട്ട് പാവയ്ക്ക വെളിച്ചെണ്ണക്കകത്തോട്ട് വറക്കാൻ വേണ്ടി ഇടുന്നതാണേ. എന്നിട്ട് അതങ്ങോട്ട് ചെറിയ തീയിലാക്കി. അപ്പോഴത്തേക്കും നമ്മുടെ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നപ്പോഴത്തേക്കും അതിനകത്തോട്ട് തേങ്ങയും പിന്നെ ജീരകവും, ഞാനിവിടെ തേങ്ങ ഒതുക്കുമ്പോൾ വെളുത്തുള്ളിയും ചെറിയ ജീരകവും ചേർക്കും കേട്ടോ. ഒരു നുള്ളു മാത്രം ജീരകം ചേർക്കുള്ളൂ, ചിലവരങ്ങനെ ചേർക്കാറില്ല. ചിലവർ ചേർക്കും, പല രീതിയിലാണല്ലോ, ഓരോ സ്ഥലത്ത് ഓരോ രീതിയിൽ ഓരോ ആളുകൾ വെക്കണം. അപ്പം ഞങ്ങളിങ്ങനെയാണ് കേട്ടോ വെക്കുന്നത്. നമ്മുടെ തൈരൊക്കെ ഇട്ട് തട്ടിപ്പൊത്തിയിട്ട് അതിൻ്റെ തൊട്ട് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് എടുക്കുമ്പോഴേ നമ്മളത് ഇളക്കി കൂട്ടി എടുക്കുകയുള്ളൂ കേട്ടോ. പിന്നെ ബീട്രൂട്ട് പച്ചടി വെക്കാൻ വേണ്ടിയിട്ട് ബീട്രൂട്ട് ഞാൻ നമ്മുടെ ചോപ്പറിൽ കുനാന്ന് പറഞ്ഞിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. പാവയ്ക്ക പച്ചടി വറുത്ത് കോരിയ പാവയ്ക്ക ഞാൻ നമ്മുടെ ആ തേങ്ങയുടെ അരപ്പിനകത്തോട്ട് തേങ്ങയും തൈരും കൂടെ അടിച്ചെടുത്തേക്കാനാണ് കേട്ടോ. അതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ പാവയ്ക്ക പച്ചടി റെഡി. ഇനിയിപ്പോൾ ക്യാബേജ് അരിയണം, പിന്നെ അതുപോലെ തന്നെ ഓലം വെക്കാൻ വേണ്ടിയിട്ട് കുമ്പളങ്ങ അരിയണം. അപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് അതായത് ആയിക്കഴിഞ്ഞ കറികളൊക്കെ ഇല്ലേ ഓരോ പാത്രത്തിലാക്കിയിട്ട് ഞാൻ അങ്ങനെ തന്നെ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ കൊണ്ട് വെക്കാനാണ് കേട്ടോ ചെയ്യണത്. കാരണം നമുക്ക് അടുക്കളയിൽ ഒരാൾക്ക് നിന്ന് തിരിയാനുള്ള സ്ഥലമേ ഉള്ളൂ. അപ്പം ഞാൻ പിന്നെ അതുപോലെ തന്നെ ഈ സ്ലാബ് കണ്ട അതിലാണെങ്കിൽ ഓരോ സാധനങ്ങൾ ഇന്ന് നിറഞ്ഞിരിക്കണം. ഇനിയിപ്പോൾ കുറേ ചട്ടിയും എല്ലാം കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും സ്ഥലം ഉണ്ടാവില്ല. അപ്പം ഞാൻ എടുത്ത് മാറ്റണം. ഓരോ കറികൾ അങ്ങോട്ട് ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് കൊണ്ട് വെച്ചിട്ട് ആ ചട്ടി അങ്ങോട്ട് കഴുകി മാറ്റുകയാണ് ചെയ്യണത്. അപ്പം നമ്മുടെ പണി പകുതിയും കഴിയും അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും. അങ്ങനെ നമ്മുടെ പച്ചടിയായി, പിന്നെ ക്യാബേജായി. ഓലനാണ് കേട്ടോ അടപ്പത്തിരിക്കണത്. അതിനകത്തോട്ട് അവസാനം പച്ച വെളിച്ചെണ്ണയും കറിവേപ്പില ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് സദ്യക്കകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കറികൾ ഞാൻ പറയാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറികളും ഒന്ന് കമൻറ്റിൽ ഇട്ടേക്കേ, ഞാൻ പറയാം. എനിക്ക് സാമ്പാർ ഇഷ്ടമാണ്, പക്ഷേ സാമ്പാറിനേലും ഒരു പടി ഇത്തിരി കൂടെ കൂടുതൽ ഇഷ്ടം അവിയലാണ് കേട്ടോ. അവിയൽ, പിന്നെ പാവയ്ക്ക പച്ചടി ഇഷ്ടമാണ്, ഓലൻ ഇഷ്ടമാണ്, പിന്നെ ഇഞ്ചിക്കറി അല്ലെങ്കിൽ പുളിയിഞ്ചി, ഇതുമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പക്ഷേ ഈ പറഞ്ഞ ഈ ബീട്രൂട്ട് പച്ചടി ഇല്ലേ, ഞാൻ ചോറിലൊക്കെ വിളമ്പിക്കും. സദ്യയൊക്കെ നമ്മൾ വിളമ്പുമ്പോഴത്തേക്കും കഴിക്കുമ്പോഴത്തേക്കും വിളമ്പുമല്ലോ നമുക്ക്. അപ്പോൾ ഞാനിങ്ങനെ സൈഡിൽ ഇടിക്കും, പക്ഷെ ഞാൻ തൊട്ടുപോലും നോക്കാറില്ല കേട്ടോ. എനിക്ക് എന്തോ ബീട്രൂട്ട് പച്ചടിനോട് വല്ലാത്തൊരു കലിയല്ല, ഒരു ഇഷ്ടക്കേടാണ്. എനിക്കതങ്ങനെ കഴിക്കാൻ തോന്നില്ല. അപ്പോൾ നമ്മുടെ കറികളൊക്കെ ഏകദേശം റെഡിയായി. അതിനിടയ്ക്ക് നമ്മുടെ പാലടയില്ലേ അതും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ പപ്പടവും വറുത്തു, കറികളും ചോറും പായസവും ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ എന്തൊക്കെയാണെന്ന് ഓരോന്നായിട്ട് പറയാവേ. ചിപ്സും ഉപ്പേരിയും, പിന്നെ നമ്മുടെ ഞാലിപ്പൂവൻ പഴം, ചോറ്, സാമ്പാർ, അവിയൽ, പുളിയിഞ്ചി, ബീട്രൂട്ട് പച്ചടി, പാവയ്ക്ക പച്ചടി, ഓലൻ, പിന്നെ എന്താണ് ക്യാബേജ്, മാങ്ങാച്ചാറ്, പിന്നെ ചെറുവയറ്റും പരിപ്പ് പായസം, പാലട, അത്രയൊക്കെ. അപ്പോൾ നമ്മുടെ വിഭവസമൃദ്ധമായ ഓണസദ്യ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ 2 സാധനങ്ങൾ ഞാൻ ഒഴിച്ച് വിട്ടിട്ടുണ്ട്. ഒന്ന് കൂട്ടുകറിയും പിന്നെ ഒന്ന് ആ മധുരക്കറിയുമാണ് കേട്ടോ. അപ്പോൾ ആ വറുത്ത് വെച്ച പപ്പടം ഞാൻ തണുത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഡബ്ബയിൽ ഇട്ട് വെച്ച് കേട്ടോ. തണുത്ത ശേഷമാണ് കേട്ടോ ഇട്ട് വെച്ചത്. എന്നിട്ട് ഞാൻ അത് നമുക്കിപ്പോൾ എടുക്കാനുള്ളത് മാത്രം
നമ്മുടെ ഒരു പ്ലേറ്റിലോട്ട് വിളമ്പിയിട്ടാണ്. അപ്പോൾ അപ്പനെ കാത്ത് നിൽക്കണമായിരുന്നു ഞങ്ങൾ ഇത്ര നേരം. വാഴല ഉണ്ടായിരുന്നില്ലേ, വാഴല എൻ്റെ അമ്മ വീട്ടിൽ പോയിട്ടാണ് കേട്ടോ എടുത്തത്. വാഴലൊക്കെ നമുക്കിവിടെ ഭയങ്കര ക്ഷാമമാണല്ലോ, നമുക്കിവിടെ വാഴയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് തുമ്പലൊന്നും കിട്ടിയിട്ടില്ല. ഒരു തുമ്പലേറ്റേ കിട്ടിയിട്ടുള്ളൂ, ബാക്കിയെല്ലാം നടക്കഷ്ണം കൊണ്ടിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇട്ടേക്കണത്. അങ്ങനെ ദേ ചോറും കറികളൊക്കെ എല്ലാം വിളമ്പി കൊടുത്ത് നമ്മൾ എത്ര കഷ്ടപ്പെട്ട് നമ്മളിത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര കഷ്ടപ്പാട് പോലെ തോന്നും. അയ്യോ ഇതെങ്ങനെയെങ്കിലും തീർന്നാൽ മതി. പക്ഷേ ഇതെല്ലാവരും സന്തോഷത്തോടെ ഇരുന്ന് കഴിച്ച് അവരുടെ വയറും മനസ്സൊക്കെ നിറയുമ്പോൾ നമുക്കും അതൊരു സന്തോഷം. അതങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കും വലിയ ഒരു സന്തോഷമായിരുന്നു. ഞാൻ ഇത്രയും ഇങ്ങനെ നോക്കി നിന്ന് കേട്ടോ. ഞാനാണ് ഏറ്റവും ലാസ്റ്റ് കഴിക്കുന്ന ആൾ. അവർക്കെല്ലാം വിളമ്പി കൊടുത്തിട്ട് അവസാനമാണ് കേട്ടോ ഞാൻ ഇരുന്നത്. കാരണം നമുക്കാരും വിളമ്പി തരാനില്ലല്ലോ. പിന്നെ അവർ ചേട്ടൻ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ ഇരുന്നത് എല്ലാവരും. അപ്പോൾ പിള്ളേരും ചേട്ടനൊക്കെ കൂടി എനിക്ക് പിന്നെ വിളമ്പി തന്നപ്പോൾ ഞാൻ കഴിക്കണത് ഇതിനകത്തില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ഓണാഘോഷ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സഹായിക്കണം. പിന്നെന്താണ്, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ടാറ്റ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസകൾ.